രാജസ്ഥാനിലെ വർഗീയ പരാമർശത്തിൽ മുഖം രക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുത്തലാഖ് നിരോധനമടക്കം മുസ്ലിം വിഭാഗത്തിന് വേണ്ടി ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചാണ് വിവാദം തണുപ്പിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമം. മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് സ്വത്തുക്കൾ വിഭജിച്ച് നൽകുമെന്ന പരാമർശവും ഇന്നത്തെ പ്രസംഗത്തിൽ നിന്നും ഒഴിവാക്കി. എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ ന്യായീകരിച്ച് അമിത്ഷാ രംഗത്തെത്തി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വിഭജിച്ചു നൽകുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ രാജസ്ഥാൻ പ്രസംഗം. ഇതിൽ പ്രതിഷേധവും വിമർശനവും കടുക്കുന്നതിനിടെയാണ് മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള അലിഗഡിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ആക്ഷേപങ്ങൾക്ക് പ്രധാനമന്ത്രി പ്രതിരോധം തീർത്തത്. കോൺഗ്രസും എസ്-പിയും മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് ഒന്നും ചെയ്തില്ല. എന്നാൽ മുത്തലാഖ് നിരോധിച്ച് മോദി മുസ്ലിം സ്ത്രീകളുടെ ജീവിതം സുരക്ഷിതമാക്കി. ഹജ്ജ് ക്വാട്ട വർദ്ധിപ്പിച്ചു. മുസ്ലിം സ്ത്രീകൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ വിസ നിയമങ്ങളിൽ ഇളവ് വരുത്തിയെന്നും മോദി പറഞ്ഞു. पहले हज कोटा कम होने की वजह से कितनी मारामारी होती थी, उसमें भी रिश्वतखोरी चलती थी और ज्यादातर रसूखदार लोग ही हज जाने का मौका पाते थे. കോൺഗ്രസ് സ്ത്രീകളുടെ കെട്ടുതാലിയടക്കം പിടിച്ചെടുത്ത് വീതം വയ്ക്കുമെന്ന് മോദി ആവർത്തിച്ചെങ്കിലും ഇത് മുസ്ലിങ്ങൾക്കാണ് നൽകുകയെന്ന മുൻ പരാമർശം ആവർത്തിച്ചില്ല. അതേസമയം രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രധാന അവകാശി ന്യൂനപക്ഷങ്ങളാണെന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദിയുടെ ആരോപണം അമിത്ഷാ ആവർത്തിച്ചു. मैं आज कांग्रेस पार्टी को पूछना चाहता हूं, आपके घोषणा पत्र में सर्वे की बात है या नहीं है? राहुल बाबा देश के नाम में स्पष्ट करे. और मनमोहन सिंह, आपके प्रधानमंत्री ने कहा था संसाधन पर पहला अधिकार മൈനോറിറ്റി കാ ഹൈ, ആദിവാസി ദളിത് കാ നഹീ ഹൈ. വർഗീയ പരാമർശത്തിൽ നിന്ന് മോദി പിൻവാങ്ങിയെങ്കിലും ആ ഭാഷ മറ്റ് നേതാക്കൾ പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്കിനി പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകില്ല. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ശരത് കെ ശശീൻ. റിപ്പോർട്ടർ, ദില്ലി.